ഗോപൻ സ്വാമിയുടെ അൺബോക്സിങ്ങിന് ശേഷം പല ആളുകളും ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ റാണിയൊക്കെയുടെ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ വി ആർ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അമൽ റാണിയൊക്കെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വക്ക് വരെ നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചർ എത്തിയിരുന്നു. പക്ഷേ അവരത് അൺബോക്സ് ചെയ്തിട്ടില്ല. ആൻഡ് പല ആളുകൾക്കും റാണിയൊക്കെ ആരാന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കാര്യം ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ താഴെ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് എന്ന വ്യാജേന പച്ചവരാതം പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഒരു പച്ചയായ സ്ത്രീയാണ്. ഓക്കെ, വി ആർ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ താഴെ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് വീഡിയോ തീർക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഓടിച്ച് ഞാൻ കമൻറ്റ് വായിക്കാം. സ്വന്തം ഭാര്യനെ പൊക്കി പറയാൻ വേണ്ടി മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുവാനും കേസിൽപ്പെടുത്താനും നടക്കുന്ന അമലെന്ന മാന്യ പെൺകോന്തൻ അറിയുവാൻ വിവാഹം കഴിക്കാതെ തന്നെ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവളെയുമായി പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഏതോ അമ്പലത്തിൽ രഹസ്യമായി മാലയിട്ട് 2 കുട്ടികളുമായിട്ട് നടക്കുന്ന നിന്റെ ഭാര്യയെ സമൂഹം പിഴിച്ചവളായി കണക്കാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നാൽ അന്തസ്സായി വിവാഹം ആലോചിച്ച് നേരെ കുറപ്പടിയെടുത്ത് മോതിരം മാറ്റം നടത്തി സ്വയം നിശ്ചയം നടത്തി കല്യാണം നടത്തി പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തി 1 വർഷം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുന്ന ദമ്പതിമാരെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കുന്നത് കൊണ്ടാണ് എല്ലാ അച്ഛനമ്മമാരും കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുന്ന ദമ്പതിമാരെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കുന്നത് കൊണ്ടാണ് എല്ലാ അച്ഛനമ്മമാരും സ്വന്തം മക്കളെ അവർക്കൊരു 22 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിപ്പിക്കുന്നത്. എന്നാൽ നീ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പറ്റി പിഴച്ച് നടക്കുന്നവരാണെന്ന് പല ആളുകളും മെസ്സേജ് അയച്ചത്. പെരുന്നാൾ വാലിച്ചിറ കോളനിയിലെ കൊള്ളരുതാത്ത ഒരു സ്ത്രീയുടെ മകളാണ് നിന്റെ അവിഹിതക്കാരി എന്ന് ആ നാട്ടുകാർ പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും മനസ്സിലാക്കിയത്. പിന്നീട് നിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോകൾ മുൻപിൽ കാണിച്ച കിടപ്പറ സീനിൽ എല്ലാം കണ്ടപ്പോൾ മനസ്സിലായി അവളൊരു ഷക്കീലാണെന്ന്. പിന്നെ നീ ഇനിയും ഭാര്യയെ പൊക്കി പറഞ്ഞെന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഏകദേശം കഥാപാത്രം എങ്ങനെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിന്റെ അമ്മയെയും പെങ്ങളെയും ദ്രോഹിക്കുവാൻ വേണ്ടി നീ ചെയ്ത എല്ലാ നടപടികളും കണ്ട് സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന നീ മറ്റുള്ളവരെ വെറുതെ വിടുമോ? കോളനിയിൽ നന്നായി ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത നിന്റെ ഭാര്യ ഒരു വീട്ടിൽ ചെന്ന് കാണിച്ച് നല്ല കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ നാട് മൊത്തമുള്ള ജനങ്ങൾ കണ്ട്. അതുകൊണ്ട് തന്നെ അവളെ പുകഴ്ത്തി പറയാൻ ഞങ്ങളാരും വരുത്തില്ല. നീ അവിടെ ഇരുന്ന് പുകഴ്ത്തിയാൽ മതി. നീ മനസ്സോടെ സ്വയം പോങ്ങി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അവരിട്ടേക്കുന്ന ആ ഒരു കമൻറ്റ്. എൻ്റെ പൊന്നാവേ, അപ്പോൾ ഇങ്ങനത്തെ പച്ചപരാതം വിളിച്ച് പറയുന്നതായിരുന്നു നമ്മുടെ റാണിയൊക്കെയുടെ ഹോബി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 90 കിലോമീറ്ററുകൾ താണ്ടി അങ്ങനെ റാണിയൊക്കെ സ്ഥലം കണ്ടെത്തി അവരവിടെ എത്തുന്ന വിഷ്വൽസ് ആണ്. അതിന് മുന്നേ അവരുടെ വീട്ടിലോട്ട് എത്തുന്ന വിഷ്വൽസ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അമ്മ ഇല്ലേ മോനെ? വീഡിയോ കണ്ടില്ല. അമ്മയോട് വിളിക്കാൻ എടുത്തിനാൽ ഓക്കെ, അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എവിടെയാണ് അമ്മ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്മ വളരെ കൃത്യമായിട്ട് കുഞ്ഞാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വീട് അമ്മ വീട്ടിലെല്ലാരും ഉണ്ടോ? രണ്ടുപേരുണ്ട്. അച്ഛൻ പട്ടാളത്തില്. പേരെന്നാണ് അച്ഛനെ? സതീഷോ? രതീഷ്. കുഞ്ഞിന്റെ പേരെന്നാ? സതീർത്ത്. എത്രാം ക്ലാസ്സിലോ? 9-ലോ? 8-ല്. എടുത്തോട്ടെ, ടീച്ചർ നോക്കോട്ടെ. കുളക്കടവോ സ്ഥലമാണ്. രതീഷ് ഭവൻ. ഒന്നാമത് ആ കുഞ്ഞുങ്ങൾ പേടിച്ച് അടച്ചിരിക്കായിരുന്നു. ഇവർ വന്നിട്ട് അമ്മയുടെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കിന് അതും കഴിഞ്ഞിട്ട് വീടിനകത്തോട്ട് കയറി പോകുന്ന ഒരു പരിപാടി. എന്തൊരു ബോർ പരിപാടി. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തൊരു മര്യാദകട കാണിക്കുന്നറിയോ? അറ്റ്ലീസ്റ്റ് ഓക്കെ ശരിയാണ്, അവരുടെ അമ്മ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വാദമെങ്കിൽ, സാമാന്യ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണ്ടേ? അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ ഒന്നാമത് പേടിച്ചിരിക്കുക, അതിൻ്റെ പുറത്ത് പിന്നെ നിങ്ങൾ പോയേക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ദാറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് ഇവരുടെ കടയിലോട്ട് പോയിട്ട് ചെയ്തേക്കുന്ന ആ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ചേച്ചി ഒരു കിലോ അരി തന്നെ. ചേച്ചി ഒരു കിലോ അരി. അയ്യോ പെട്ടു. എന്ത് കാര്യമായിട്ട് വേണ്ടേ? സുരയെ പൊന്നിയരിയൊന്നുമില്ല. ചേച്ചിയുടെ പഞ്ചാര എണ്ണ ഇന്ന് കുറെ പോകും. എടുത്തു
വെള്ള അരി ഏതാ നല്ലത്? അങ്ങനെ ചേച്ചി ഇനി ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പെട്ടു. അയ്യോ ഇവരെല്ലാം എന്നെ, ഞാൻ ഇത്രയും പച്ച വരാതെ വിളിച്ചു പറഞ്ഞ് ഇവരെന്നെ തേടി വിടുമെന്ന് വിചാരിച്ചില്ല. അപ്പോഴും ചേച്ചിയുടെ കാര്യം ആലോചിക്കണം. അന്ന് ടീച്ചർ പടിവാതിക്കൽ വരെ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാണ്. പക്ഷേ ഇവർ പിന്നെ നിങ്ങൾ ഈ പരിപാടി തുറന്നപ്പോഴാണ് ദാണ്ട് ഇവർ പിന്നെ കയറി വന്നിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇനി ചേച്ചി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇപ്പം ലാഡറൊക്കെ മറിച്ചിടുവേ. ഓ അപാരത്തിൽ വിട്ടിട്ട് പറഞ്ഞു പേടിച്ചോടും. അരിക്കിടുന്ന ഇത് കണ്ട നെഞ്ചിനകത്ത്, നിങ്ങളൊന്ന് ആലോചിക്കുക, നെഞ്ചിനകത്ത് ഇങ്ങനെ പൊട്ടപ്പൊട്ടാന്ന് ഇട്ടിക്കുമായിരിക്കും. രണ്ടവര് കയറി വന്നും ചെയ്തിട്ട് ഞാൻ എന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഹിന്ദുര അവസ്ഥയാണ് ഇതൊക്കെ. എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നു ഇങ്ങനെ? ഇല്ലല്ലേ, കഷ്ടമുണ്ട്. ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല, എഴുതി പച്ചവരാതം വിട്ടതല്ലോ, തെറി എഴുതിയല്ലേ അയച്ചത്. അപ്പൊ ഞാൻ വിളിച്ചതല്ല. എന്തോ ഒരു ന്യായമൊക്കെയാണ് പറയുന്നത്. തെറി ഞാൻ വിളിച്ചിട്ടില്ല, എഴുതി അയച്ചതേ ഉള്ളത്. അതുപോലെ ഫേമസ് താരമാ ഉള്ള യൂട്യൂബിലുള്ള പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക, അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇവര് മാത്രം അന്വേഷിച്ച് വന്ന അവരുടെ വീട്ടിൽ കയറി വരിക. ഒരു പാവം ഒരു പെൺകൊച്ചുണ്ടാകും, ഒരു മോളുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. ഈ കേരളത്തിൽ എല്ലാവരും ഇവരെ അറിയാം, കേരളം ഇതുവരെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ ഇവരെ ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. മെഡിക്കുക ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. 2 ദിവസമായതേ ഉള്ളൂ ആ കടയിലോട്ട് ജോലിക്ക് കയറിയിട്ട്. അവരുടെ ഒരു ഗതികെട്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. കാര്യം ഇത്രയും ദിവസമാണെങ്കിൽ ആരും നമ്മുടെ മുഖം ആരും അറിയുന്നില്ല. അതാ നമ്മളെ പറ്റിയിട്ട് വലിയ ആൾക്കാരൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുട്ട് മുറിയിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഇത്തരം കമൻസ് ഇടുന്ന ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, 2 ദിവസമായിട്ടുള്ള ആ ഒരു കടയിലോട്ട് കയറിയിട്ട്. അപ്പോഴും ഇവർ ചെയ്തേക്കുന്ന ഒരു മര്യാദകളുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ വീട്ടിലോട്ട് പോയപ്പോൾ അയ്യോ പാവം തോന്നി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ആ കുഞ്ഞുങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അകത്തോട്ട് കയറിയിട്ട് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കുട്ടികളുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ കുട്ടികളുടെ ഒരു അവസ്ഥ അത് നിങ്ങൾ ചെയ്തേക്കുന്നവർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെക്കാട്ടി വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് എൻ്റെ മക്കളെ ചേച്ചിയുടെ. വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. ഇവരതൊക്കെ മുതലെടുത്ത് അവർക്ക് അസുഖം കൂടുതൽ വരണം, അതിനുള്ള എന്തെല്ലാം വൃത്തിയുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളേ? ഇപ്പൊ ആരുമില്ല. കാഞ്ചിയാർ ഇപ്പൊ മൂഞ്ചിയായിട്ടിരിക്കുക. ആ അവസ്ഥയാണ് ചേച്ചിയുടെ. ആരെങ്കിലും ഉണ്ടോ? ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ആണോ? അവര് പറഞ്ഞാണോ ഇതെല്ലാം? അവര് പറഞ്ഞാണ് ഇതെല്ലാം. നാട്ടിൽ ഈ കുടുംബ സുഹൃത്തുക്കളുടെ പരിപാടി തന്നെ, നാട്ടിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഇതുപോലെ പച്ചപരാതം പറിച്ചു വിടുക, ഇതൊക്കെ തന്നെയാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കുടുംബ സുഹൃത്തുക്കളുടെ പരിപാടി. ഇവർ കൂട്ടമായിട്ടിരുന്ന് ചെയ്യുന്നതാണെങ്കിൽ എന്തിൻ്റെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്തതാണെങ്കിൽ ഇപ്പൊ അവസാനം പെട്ടപ്പോൾ ചേച്ചി ഒറ്റയ്ക്കിരുന്ന് നിന്ന് മൂഞ്ചാറായിട്ടിരിക്കുമല്ലേ ഇപ്പൊ. നമ്മളിവരുടെ അഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മളിവരുടെ അഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പം നമ്മളത് കൗണ്ടർ വക്കീലുണ്ട് പരിചയം. അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാ ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി, എന്റെ ഭാര്യനെ കുഞ്ഞുങ്ങളെയാണ് ഇവരെയൊക്കെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പൊ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതുപോലെ പരാതി ഇതുപോലെ സൈബർ ക്രൈം ഇങ്ങനത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമന്റ് ഒക്കെ ഇട്ടതിന്റെ പേരിൽ ആൾക്കാരും തിരിഞ്ഞു പോലും നോക്കൂല. ഓക്കെ, അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇതുപോലെ തപ്പി പിടിച്ച് പോവുക, എന്നിട്ട് പോലീസുകാരെ ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. അന്നേരം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ നമ്മൾ പച്ചപരാതം പിടിച്ചിടുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ സേഫ് ആണ് എന്ന് പറഞ്ഞിടുമ്പോൾ ഇങ്ങനെ ആൾക്കാരെ പോയി പൊക്കി പിടിക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, 4 ആളെ കാണിക്കുക, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാണിത്. ഇപ്പം പുള്ളിക്കാരി അവർക്കിത് സ്വയമേ തോന്നുന്നുള്ളത് അറിയത്തില്ല. കാര്യം 2 ദിവസമായിട്ടുള്ള ആ ഒരു കടയിൽ ജോലിക്ക് കയറിയിട്ട്. അപ്പം ആ ഒരു കടക്കാരൻ്റെ മുന്നിൽ നിന്നിട്ട് പുള്ളിക്കാരൻ എന്തായാലും ക്ലിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്തായാലും നാളെ ഇനി ഈ കടയിലോട്ട് തന്നെ വരണമല്ലോ, ഇയാളുടെ ആ ഒരു ദിവസം എങ്ങനെയും അന്നത്തെ ആ ദിവസം കടന്നു പോയാൽ മതി എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും.
ആ ഒരു സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അവർക്ക്. ഓക്കെ, കാര്യം ഇങ്ങനെ ഓടി നടന്ന എല്ലാവർക്കും പച്ചവരാതം പടച്ചു വിടുമ്പോൾ അങ്ങനെ ഇടുന്ന ആൾക്കാരൊക്കെ ഈ സാധനം ഒന്ന് ആലോചിക്കുക. ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. ഒന്നും പറയാൻ പാടില്ല, കാര്യങ്ങളൊക്കെ ശരിയാണ്. അതേപോലെ തന്നെ കമന്റ് ഇടുന്ന ആളുകൾ അറിയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല കാര്യം. പബ്ലിക്കിൽ നമ്മൾ കമന്റ് സെക്ഷൻ ഓൺ ചെയ്ത് വെക്കുന്നത് നമുക്ക് കമന്റ് ഇടാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാൻ വേണ്ടി. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇടാം, നെഗറ്റീവായിട്ട് ഇടാം, അത് ഓരോ വ്യൂവേഴ്സിന്റെ ചോയ്സ് ആണ്. പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് ഹെൽത്തി ആയിട്ട് ഇടുന്നതായിരിക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ നെഗറ്റീവ് അല്ലാതെ പച്ച നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് എന്നും പറഞ്ഞുകൊണ്ട് പച്ച വരാതം പടച്ചു വിടുന്നവരുടെ തള്ളയ്ക്ക് തന്നെ ഞാൻ വിളിക്കും. എൻ്റെ കമന്റ് ബോക്സ് പലയിടത്തും നിങ്ങൾ നോക്കിയാൽ ഞാൻ റിപ്ലൈ കൊടുത്തേക്കുന്നവരുടെ ചിലതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞതുകൊണ്ട്, അല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് നോക്കിയാൽ മതി. കാര്യം നെഗറ്റീവ് കമന്റ് നിങ്ങൾക്ക് ഇടാം, അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ അവരെ പച്ച അപരാധം പടച്ചു വിടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കയറിപ്പിക്കില്ല. അപ്പോൾ തള്ളയ്ക്ക് തന്നെ വിളിക്കും. ഓക്കെ, എൻ്റെ കമന്റ് ഇടുന്നവരുടെ കാര്യം കൂടെ എൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാരുടെ അടുത്തോടെ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഈ അപരാധം പറഞ്ഞത് നെഗറ്റീവ് കമന്റ് ഇട്ടു, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക്. എന്റെ പൊന്നു, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. കത്തി താഴെ പൊന്നോനെ എന്ന് പറയുന്ന പോലെ ഇന്ന് കണ്ട് രാവിലെ പാലക്കാട് ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ പുള്ളി അമ്മേനെ മകനെ ഇതുപോലെ പച്ചവരാതം പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് കണ്ടാണ് വെട്ടിക്കൊല്ലോ കാര്യങ്ങൾ എന്തോ ചെയ്തേക്കുന്നത്. കാര്യം എന്തോ അവിടെ എന്തോ തൻ്റെ ഭാര്യ തന്നെ പിണങ്ങി പോയതിൻ്റെ എന്തോ കാരണമായിട്ട് പറഞ്ഞിട്ട് നാട്ടുകാരുടെ അപവാദം പറഞ്ഞു വരുത്തുക, പരദൂഷണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാരണം പറഞ്ഞുകൊണ്ട് അയാൾ വെട്ടിക്കൊന്നത്. ഓക്കെ, ഇപ്പം റാണിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഇവരെ തേടി വന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇത്തരം കമൻസ് ഇടുന്ന ആൾക്കാരൊക്കെ ആലോചിക്കുക, നിങ്ങളുടെ അവസ്ഥയിൽ നാളെ ഇതുപോലെയൊക്കെ ആവട്ടെ. പിന്നെ ചിലരൊക്കെ കമന്റ് ബോക്സിൽ കാണുന്ന ഇവിടെ പോസിറ്റീവ് കമന്റ് ഇടുന്നവരെ ഇതുപോലെ ഒന്ന് ഫേമസ് ആക്കി കൊടുക്കണേ എന്നുള്ളത് എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ? എല്ലാവരും ഈ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ കൂടുതൽ ഫേമസ് ആണ്. ലൈക്ക് നമ്മുടെ അലിൻ ജോസ് പെരരെ പോലെ, കിംബോയിനെ പോലുള്ള അങ്ങനത്തെ ഒക്കെ ടീംസ് ഒക്കെ ആണല്ലോ ഫേമസ് ആവുന്നത്. കഴിവുള്ള കലാകാരന്മാരൊക്കെ എങ്ങുമെത്താതെ പോകുമ്പോഴും അലിൻ ജോസ് പെരരെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നാലാളൊക്കെ അറിഞ്ഞ് വരിക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു സാഡ് റിയാലിറ്റി ആണത്. ഓക്കെ, എന്തായാലും ഇതുകൊണ്ട് റാണിയൊക്കെ ഒതുങ്ങിപ്പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. റാണിയൊക്കെ ഇതും പറഞ്ഞുകൊണ്ട് ഇനി 2 ദിവസം കഴിഞ്ഞ് 2 ആഴ്ച റെസ്റ്റ് കാണും. അത് കഴിഞ്ഞ് പിന്നെ റാണിയൊക്കെ വരും. അപ്പോൾ വീണ്ടും ഇതുപോലെ പൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലും വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പിന്നെ റാണിയൊക്കെ ഒരു കാര്യം ആലോചിക്കുക, അവർ ചെയ്തേക്കുന്ന കാര്യം ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. കാര്യം കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പെരയ്ക്കകത്തോട്ട് കയറിയേക്കുന്ന സംഭവം ശരിയായിട്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ ബാക്കി ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസേർവിങ് ആണ്. ഓക്കെ, റാണിയൊക്കെ എന്തുകൊണ്ടും യോഗ്യയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇനി നിങ്ങളിനി നാളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക, സ്വന്തം മക്കളുടെ കാര്യം ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് മാനസികമായിട്ട്, ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ബെറ്റർ ഒരു ഡോക്ടറിനെ പോയി കാണുക. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.